നമുക്ക് നോ നെറ്റ് നവംബറിനേക്കാളും വേണ്ട സംഭവം നോ ബുൾഷിറ്റ് നവംബറാണ്. അതായത് ഈ വരാൻ പോകുന്ന ഒരു മാസമെങ്കിലും പ്രത്യേകിച്ച് സാരമായിട്ടുള്ള എട്ടിന്റെ പണികളൊന്നും കിട്ടാതെ നമ്മളെ ആർക്കും മുതലെടുക്കാൻ പറ്റാത്ത നമ്മുടെ മാത്രം വർക്കിനും നമ്മുടെ മാത്രം ഡ്രീംസിനും ഗോൾസിനും ഒക്കെ വേണ്ടി മാത്രം ഉപകാരമാകുന്ന ഒരു മാസമായിട്ട് ഒരു കൊല്ലത്തിൽ ഈ ഒരു മാസമെങ്കിലും വരണം. സോ നോ നെറ്റ് നവംബറിനേക്കാളും ഫോക്കസ് വേണ്ടിയത് നോ ബുൾഷിറ്റ് നവംബറിനാണ്. അത് മുമ്പ് പറഞ്ഞ വീഡിയോയിൽ കൂടെ അനാവശ്യമായ ബഹുമാനത്തിന്റെയും അവൈലബിലിറ്റിന്റെയും ഒക്കെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. അതേപോലെ പല സംഭവങ്ങളും ഒഴിവാക്കുക. ആർക്കും നമ്മളെ മുതലെടുക്കാനുള്ള അവസരം നമ്മളായിട്ട് കൊടുക്കാതെയൊക്കെ ഈ മൊത്തം ലോകത്തിനെ മാറ്റിമറിക്കാനൊന്നും നമുക്ക് പറ്റൂല. അതിനൊന്നുള്ള സമയവും സാവകാശവും നമുക്കില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു മാസമെങ്കിലും ആർക്കും നമ്മളെ മുതലെടുക്കാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഈ നോ നെറ്റ് നവംബറിന് കാണിക്കുന്ന ഒരു പകുതി പ്രൊട്ടക്റ്റീവ്നെസ് നമ്മൾ നമ്മുടെ സമയത്തിനോട് കാണിച്ചാൽ മതി. അപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ തനിയെ സോർട്ട് ആയിക്കോളും. ഓരോരോ ആൾക്കാരോട് എങ്ങനെയാ അത് പറയുക, പിന്നെ ഈ നോ പറയാനുള്ള വിഷമം, ഇതൊക്കെ ഈ ഒരു മാസം ഡിസിപ്ലിനോട് കൂടി നമ്മളൊന്ന് വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും എളുപ്പമായിരിക്കും. നമുക്ക് ആ തുടങ്ങാനുള്ള ബുദ്ധിമുട്ടല്ലേ ഏതൊരു കാര്യത്തിലും. ഇങ്ങനെ ഒരു പെർസോണ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഡിസിപ്ലിന്റെ മാസമായിട്ട് നമുക്ക് ഈ നവംബറിനെ കാണാം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ടും കുറച്ചൊക്കെ സ്വാർത്ഥരാകുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ ബാക്കിയുള്ളവർക്ക് മുതലെടുക്കാൻ അവസരം കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു ആംഗിളും കൂടി ഉണ്ട്. നമ്മൾ തന്നെ വേണ്ടാത്ത പരിപാടിക്കൊന്നും ചാടുകയും ചെയ്യരുത്. നമ്മുടെ ഗോൾസിലേക്ക് വേണ്ടിയുള്ള മാത്രം വർക്കുകൾ എടുക്കാനുള്ള ഒരു സമയമായിട്ട് ഈ നവംബർ നമുക്കൊന്ന് കണ്ടുനോക്കാം. നമുക്ക് ഇപ്പോഴുള്ള പെർസോണയും നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്ന പെർസോണയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പ് മറക്കാൻ ഈ പറയുന്ന 21-30 ദിവസത്തെ ഒരു ഡിസിപ്ലിൻ മാത്രം മതി. ആ ഒരു ബേസ് സ്ട്രോങ് ആയ തന്നെ പിന്നെ ആർക്കും നമ്മൾ അത്ര അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂല. അതിലെല്ലാം ഉൾപ്പെടും കേട്ടോ. ഈ ഫ്രീ ആയിട്ട് എക്സ്പോഷറിന് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കുക, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് മറന്നുകൊണ്ട് പണിയെടുക്കുക, തക്കതായിട്ടുള്ള റിസൾട്ട് ചിന്തിക്കാതെ പണിയെടുക്കുക, എല്ലാം ഒന്നെങ്കിൽ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ ലേണിംഗ് വൈസോ നമുക്ക് ഉപകാരം ഉണ്ടാവണം. അതല്ലാത്ത ഒരു പണിക്കും എടുത്ത് ചാടണ്ട. ഓരോരോ ആൾക്കാരുടെ മാനിപ്പുലേഷനിൽ ചെന്ന് വീഴാതിരിക്കുക. നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുന്നു, അതിലൂടെ തന്നെ നമ്മളൊരു പ്രോപ്പർ സ്കെഡ്യൂളിൽ പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആരെയും നമുക്ക് മാറ്റാൻ പറ്റൂല, പക്ഷെ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ മാനിപ്പുലേഷനെയും ഈ ഒരു മുതലെടുപ്പിനെയും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ചെറുക്കാൻ പറ്റും. സോ അങ്ങനെയുള്ളൊരു ടൈം പീരീഡ് ആവട്ടെ ഇത്. മാക്സിമം ഡിസിപ്ലിനോട് കൂടി നോ നെറ്റ് നവംബറിന് കാണിക്കുന്നതിന്റെ ഒരു പകുതി ഡിസിപ്ലിനോട് കൂടിയെങ്കിലും നോ ബുൾഷിറ്റ് നവംബർ നമുക്ക് ആചരിക്കാം. അത്യാവശ്യം നല്ലൊരു മാറ്റം വന്നിരിക്കും. സോ ഓർമ്മയിലിരിക്കട്ടെ, നോ നെറ്റ് നവംബർ അല്ല, നോ ബുൾഷിറ്റ് നവംബർ.